ചേട്ടാ നമസ്കാരം. നമസ്കാരം. RSSന്റെ തന്ത്രമാണ് ബി ജെ പിയെ വിജയിപ്പിച്ചത് എന്നാണ് കേരളത്തിലെ പല മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് സത്യവുമാണ്. കാരണം RSS എന്ന് പറയുന്ന സംഘടന ബി.ജെ.പിയുടെ പിറകിൽ ഇത്രയധികം ശക്തമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ പോലും ആവശ്യം ഇപ്പോൾ ബി.ജെ.പിക്ക് ഇല്ലാതെ വന്നിരിക്കുന്നു എന്നുള്ളത് ഒരു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു. പണ്ട് നരേന്ദ്രമോദിയെ RSS അഴിച്ചുവിട്ടപ്പോൾ മോദി പല സ്ഥലങ്ങളിൽ ചെന്ന് പ്രസംഗിക്കുന്നു, മോദി ഹെക്ടിക് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നു. അതായത് നരേന്ദ്രമോദി ഒരു സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തന്നെ കൊടുക്കുന്ന വാർത്തകളുണ്ട്. ഈ സംസ്ഥാനത്ത് നരേന്ദ്രമോദി നടത്തിയ റാലികൾ 70 റാലി, 60 റാലി, 80 റാലികളൊക്കെയാണ്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്ര റാലികളൊക്കെ നടത്തുന്നത്? ഒരു ഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും തോന്നിയിരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSSനെക്കാട്ടിലും വലുതായി പോയോ മോദി എന്നാണ്. കാരണം അത് പറയാനുള്ള കാരണം അത് അണികൾക്കിടയിലുണ്ടായ സംസാരമാണ് RSSനെ. പക്ഷെ അങ്ങനെയല്ല. RSS എന്താണ് എന്നുള്ളത് RSS ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം. ഹരിയാനയിൽ നമ്മളത് കണ്ടതാണ്, മഹാരാഷ്ട്രയിൽ നമ്മളത് കണ്ടതാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്, ഇപ്പോ ഡൽഹിയിലും നമ്മളത് കണ്ടതാണ്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം RSS കേരളത്തിലൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. ഇപ്പോ മഹാരാഷ്ട്രയിലോട്ട് വന്നു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര RSSന്റെ കോട്ടയാണ്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. സകലയെ നിഷ്പ്രഭമാക്കിയിട്ട് പ്രതിപക്ഷം പോലും ഇല്ലാത്ത രീതിയിലാണ് RSS അവിടെ പ്രവർത്തിച്ചത്. ഹരിയാനയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനം ബി.ജെ.പി നോക്കണ്ട എന്നിരുന്ന ഒരു സാഹചര്യത്തിൽ അവസാനത്തെ കുറച്ച് മാസങ്ങൾ, എനിക്ക് തോന്നുന്നു 3-4 മാസം മുമ്പ്, അതെ 6 മാസം മുമ്പാണ് RSS വന്ന് അതിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. ബി.ജെ.പി അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് അവർ പ്രവർത്തനം തുടങ്ങി. റിസൾട്ട് വന്നപ്പോൾ സകല ആൾക്കാരും ഞെട്ടിപ്പോയി. എന്താണ് RSS എന്ന് അവർ മനസ്സിലാക്കി. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം തന്നെ കൊടുത്ത വാർത്തയാണ്. അതായത് RSS അവിടെ എത്തുകയും RSS എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് വിങ്ങുകൾ രൂപീകരിക്കുകയും ഒരു 25 വിങ്ങിനെ അതിന്റെ തലപ്പത്ത് വെക്കുകയും 25 വിങ്ങിന്റെ കീഴിൽ പല പല വിങ്ങുകളായി തിരിക്കുകയും ജനങ്ങളുടെ വീട്ടിൽ നേരിട്ടെത്തി നിങ്ങൾ സംസാരിച്ച് പ്രവർത്തനം നടത്തണം, ഓരോ ജനങ്ങളെയും നിങ്ങൾ കണ്ടിരിക്കണം എന്നാണ് RSSന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നത്. അങ്ങനെ വീടാന്തരം കയറി ഇറങ്ങി ഡൽഹിയിൽ അങ്ങനെയായിരുന്നു RSSന്റെ പ്രവർത്തനം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരു രാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നെപ്പോളിയൻ ആണെന്ന് തോന്നുന്നു. അതായത് അദ്ദേഹത്തിന്റെ പടയാളികൾ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം പടയാളികൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നോ കേട്ടിട്ടുള്ളതാണ്, സത്യമാണോ എന്നറിയില്ല. ആ 1 ലക്ഷം പടയാളികളുടെ പേരും ആ നെപ്പോളിയൻ അറിയാമായിരുന്നു. അതായത് 1 ലക്ഷം പടയാളികളെയും അദ്ദേഹം പേരെടുത്ത് വിളിക്കുവാൻ അത്ര ബന്ധമായിരുന്നു നെപ്പോളിയൻ ഉണ്ടായിരുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സമാനമായ രീതിയിൽ നമ്മളെ KM മാണി ഉണ്ടല്ലോ, നമ്മുടെ പാലയിലെ, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള സകല കുടുംബങ്ങളെയും അറിയാം. റോഡിലൂടെ അദ്ദേഹം നടന്നു പോകുമ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ അറിയാത്തത് ആൾക്കാർ മാത്രമല്ല, അദ്ദേഹം അങ്ങോട്ട് പേഴ്സണലി അറിയാത്ത ആൾക്കാരും കുറവായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ സമാനമായിട്ടുള്ള ഒരു പ്രവർത്തനം ഒരു സംസ്ഥാനത്ത് നടത്തണമെങ്കിൽ അത് അതിനൊരു ചില്ലറ ഗട്ട്സ് പോരാ, ഒരു സംഘടനാ സെറ്റപ്പ് പോരാ എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ RSS കഴിഞ്ഞ ദിവസം ഞാൻ പല കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും RSSനെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്ന ഒരു വാർത്തയുണ്ട്. അതായത് ഡൽഹിയിൽ RSS 50,000 ഡ്രോയിങ് റൂം മീറ്റിംഗ്സ് ആണ് നടത്തിയതെന്നാണ്. അതായത് ഒരു വീട്ടിൽ ചെല്ലുക, ആ വീട്ടിൽ ഡ്രോയിങ് റൂം എന്ന് പറഞ്ഞാൽ വീട്ടിന്റെ ഹാളാണ്, ആ ഹാളിൽ ഇരിക്കുക, 3-4 പേര് ഇരിക്കുക, അവിടെ ഒരു യോഗം കൂടുക. യോഗം എന്ന് പറഞ്ഞാൽ സംസാരിക്കുക, അവർ പോവുക. ട്രോളുകളല്ല, അതൊരു പോസിറ്റീവ് ആംഗിൾ ആണ് പറയുന്നത്. ഒരു RSSകാരൻ, ഒരു കാരിക്കേച്ചറാണ്, ഒരു RSSകാരൻ സൈക്കിളിൽ പോകുന്ന പിറകിൽ നിന്ന് എടുത്ത ഒരു ചിത്രമാണ്. പിറകിൽ RSSന്റെ ആ ഒരു സ്റ്റിക്ക് ഉണ്ട്. എന്നിട്ട് മുകളിൽ എഴുതിയിരിക്കുന്നത് കാര്യകർത്ത വന്നു, ഡൽഹിയിൽ നിന്നു, കാര്യകർത്ത തിരിച്ചുപോയി, ആരും അറിഞ്ഞില്ല, പൂർണ്ണ നിശബ്ദത എന്നാണ് പറഞ്ഞത്. പിന്നീട് എന്താണ് ഡൽഹിയിൽ നടന്നത് എന്നുള്ളത് ചരിത്രമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇനി RSS നീങ്ങാൻ പോകുന്നത് ബംഗാളിലേക്കാണെന്നാണ് അറിയുന്നത്. അപ്പൊ ഇത്രയൊക്കെ RSSന് ചെയ്യാമെങ്കിൽ ബംഗാളിൽ പോയി RSS പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ബംഗാളിൽ മമതാ ബാനർജിയുടെ ഭരണം പുഷ്പം പോലെ പിഴുതെറിയാൻ അവർക്ക് സാധിക്കുമെന്നാണ് പല ആൾക്കാരും വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് RSS ഇപ്പോൾ നീങ്ങുന്നത്. മമതയുടെ നെഞ്ചിടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നും അറിയാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ ഞാൻ പ്രശസ്ത രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ഫക്രുദ്ദീൻ അലിയുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ
പറഞ്ഞത് ധനുഷിന് അറിയാമോ BJP എന്തുകൊണ്ടാണ് അധികാരത്തിൽ എത്തിയതെന്ന് അറിയാമോ? അത് മോദിയുടെ കഴിവൊന്നുമില്ല എന്ന് പറയും. ഞാൻ പറഞ്ഞു അതെന്താണ് അങ്ങനെ പറയുന്നത്? അത് യഥാർത്ഥത്തിൽ നമ്മുടെ താജ് ഹോട്ടൽ ഭീകരാക്രമണം ഉണ്ടായല്ലോ. ആ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അതിന്റെ ഭീകരവാദി വന്നത് ഹിന്ദു ആയിട്ടാണ്, കയ്യിൽ ചരടൊക്കെ കെട്ടി ഹിന്ദു ആയിട്ടാണ് ഭീകരവാദി വന്നത്. ഭീകരവാദി വന്ന് അവൻ ഹിന്ദു ആണ് എന്ന് പറഞ്ഞ് ആക്രമണം നടത്തിയത് ഹിന്ദുക്കളാണെന്ന് പറഞ്ഞ് ഹിന്ദുക്കൾക്ക് ഒരു വലിയ നാണക്കേട് ഉണ്ടാക്കിയപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് അതിനെ ബാക്കപ്പ് ചെയ്യുകയും വലിയ രീതിയിലുള്ള സപ്പോർട്ട് ഈ ഒരു ഇതിന് കൊടുക്കുകയും ചെയ്തു. അപ്പൊ RSS അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ RSS മനസ്സിൽ കണ്ടത് ഇനി ഈ ഭരണം ഇവിടെ വേണ്ട. ആ ഒരൊറ്റ നീക്കത്തിൽ നിന്നാണ്, അല്ലാതെ നിർഭയല്ല, അല്ലാതെ ഇവരുടെ അഴിമതിയല്ല, ഒന്നുമല്ല. RSS അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. RSSന്റെ ആ ഒരൊറ്റ ചിന്തയാണ്, അതായത് ഹിന്ദുക്കളുടെ മേൽ ഇത്ര വലിയൊരു ആരോപണം അല്ലെങ്കിൽ ഒരു മാനക്കേട് കെട്ടിവെക്കാൻ കോൺഗ്രസ് കൂട്ടുനിന്നു എന്നുള്ളത് ആ ഒരൊറ്റ ഇതിൽ നിന്നാണ് RSS പറഞ്ഞത് ഹിന്ദുക്കളുടെ മക്കൾ ഇറങ്ങിക്കോ, മോദി ഇങ്ങോട്ട് കയറിക്കോ, ഞാൻ വരാം, മോദി ഇങ്ങോട്ട് കയറിക്കോ, മക്കൾ ഇങ്ങോട്ട് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ RSS ഭരണം പിന്നീട് നമുക്ക് എന്താണ് നടന്നത് നമുക്കറിയാം. പിന്നെ കോൺഗ്രസ് ചിത്രത്തിലില്ല. കോൺഗ്രസിന് ഇപ്പൊ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ സ്നേഹത്തിന്റെ കടയിൽ രണ്ടുണ്ടാന്ന് പറഞ്ഞതുപോലെ 2-0 കോൺഗ്രസിന്റെ ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കമന്റ്സ് അല്ല, ഇത് പറഞ്ഞപ്പോഴാണ്, ഇത് പറഞ്ഞ വ്യക്തി ആരാന്നറിയാം? കോൺഗ്രസിന്റെ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന P. ചിദംബരമാണ് പറഞ്ഞത്. ആ ഹിന്ദു ഭീകരരാണ് ഈ രാജ്യത്ത് ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്നത്. അന്ന് RSS എടുത്തൊരു തീരുമാനമുണ്ട്, ഈ പറഞ്ഞവന്റെ പാർട്ടി ഈ രാജ്യത്തിന് ഉണ്ടാകാൻ പാടില്ല. അതുവരെ അങ്ങനെ ഒരു മോഹം RSS ഇല്ലായിരുന്നു. എപ്പോഴെങ്കിലും അധികാരം പിടിക്കാന്നൊരു മോഹമായിരുന്നെങ്കിൽ, കാരണം ഈ രാജ്യത്തിന്റെ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു ജനതയെ ഭീകരന്മാരാക്കി ചിത്രീകരിച്ചുകൊണ്ട് വിദേശത്തു നിന്ന് വരുന്ന ഭീകര സംഘടന വെള്ളപൂശാനൊരു ശ്രമമാണ് അന്ന് P. ചിദംബരം നടത്തിയത്. അത് വലിയ വിവാദമായി മാറിയിരുന്നു. അജ്മീർ ദർഗ ഉൾപ്പെടെ ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല. അവിടെയൊക്കെ മലേഗാവ് സ്ഫോടനം അടക്കമുള്ളതൊക്കെ ഇദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഹിന്ദു ഭീകരന്മാരാണ്. എന്നിട്ട് അനവധി സന്യാസിമാരെയൊക്കെ പിടിച്ചിടുകയും പിന്നീട് അവരെ ഇറക്കി വിടുകയും ചെയ്തൊരു കാഴ്ചയുണ്ട്. അന്ന് RSS എടുത്തൊരു തീരുമാനമുണ്ട്. ഇന്നും RSSകാർ രഹസ്യമായി സമ്മതിക്കുന്ന ഒരു കാര്യമാണത്. കാരണം ഈ ഹിന്ദുക്കളെ മുഴുവൻ, അതായത് ഇന്നും ഈ ലോകത്ത് സമാധാന പ്രിയരായിട്ട് മുമ്പോട്ട് പോകുന്ന സമൂഹം ഹിന്ദുക്കൾ മാത്രമാണ്. അവരെ ഭീകരന്മാരെയൊക്കെ ചിത്രീകരിക്കുന്ന ഒരു ഭരണകൂടം ഇനി ഞങ്ങളുടെ വോട്ട് കൊണ്ട് അധികാരത്തിൽ വരണ്ട എന്ന് അവർ ചിന്തിച്ചിരിക്കുന്നു. അതാണൊന്ന്. ഇനിയിപ്പോ നമുക്ക് പോയിന്റിലേക്ക് വരാം. ബംഗാളിലെ കാര്യം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഇന്നലെ നമ്മുടെ വാർത്തയുടെ താഴെ ദില്ലിയുടെ വിജയത്തിന്റെ പിന്നിൽ RSS ആണ് എന്ന് ധനുഷിന്റെ വാർത്തയുടെ താഴെ ഒരു കമന്റ് ഞാൻ കണ്ടു. അപ്പൊ അതിനകത്ത് ഒരു ആള് എഴുതിയിരിക്കുന്നു, അദ്ദേഹം BJPയുടെ പ്രവർത്തകനായിരിക്കാം. അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ഈ ജയിക്കുമ്പോൾ RSSഉം തോക്കുമ്പോൾ എന്താ BJP എന്ന്. ഇതിനെ തമ്മിൽ തിരിച്ചറിയാൻ മേലാത്ത ആളുകളാണ് ഈ BJPയുടെ ഏറ്റവും വലിയ ശാപം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ജയിക്കുമ്പോൾ RSSഉം തോക്കുമ്പോൾ എന്താ BJP. ഇത് രണ്ടും എന്താണെന്നുള്ളത് അറിയില്ല. ഇങ്ങനെയുള്ളവരാണ് കേരളത്തിൽ അടക്കം BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുന്നു. അപ്പൊ അവരെ കുറിച്ച് എത്രയേ ഉള്ളത്. പക്ഷെ ഇവിടെ ഈ വരുമ്പോൾ ബംഗാളിനെ സംബന്ധിച്ചൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ബംഗാളില് RSS വളർന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാനും ധനുഷും തമ്മിൽ ചർച്ച നടത്തി ഇതേപോലെ ഡിബേറ്റ് സംസാരിച്ചിട്ടുണ്ട്. നക്സൽബാരിയുടെ കഥയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മൾ ബംഗാളിൽ RSS വന്നതിന്റെ സമഗ്രമായിട്ടൊരു 10 മിനിറ്റിന്റെ സ്റ്റോറി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഇനി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ആളുകളെ. പക്ഷെ ഈ ബംഗാളിനെ സംബന്ധിച്ച് നമ്മുടെ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഭാഗം തന്നെയാണ് ഈ പശ്ചിമ ബംഗാളും ത്രിപുരയും പശ്ചിമ ബംഗാളും ഒക്കെ. പക്ഷെ നമ്മൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളായിട്ട് നമ്മൾ 8 സംസ്ഥാനങ്ങൾ 8 സംസ്ഥാനങ്ങളാണ് നമ്മൾ കൂട്ടിയിരിക്കുന്നെങ്കിൽ പോലും ഈ കിഴക്കൻ സംസ്ഥാനമായ ബംഗാള് വേറിട്ട് നിൽക്കുകയായിരുന്നു എല്ലാ കാര്യത്തിലും. അതായത് ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും കാര്യങ്ങളുമാണ്. ഹിന്ദിയിൽ ശ്രീരാമനാണ് ദൈവമെങ്കിൽ ബംഗാളിലേക്ക് വരുമ്പോൾ അത് കാളിയാണ്. ആ കാളിയിലേക്ക് തന്നെ അവർ മാറ്റിക്കൊണ്ട് ഈ പൂജയുടെ വിധികളൊന്നും എനിക്കറിയില്ല, സാത്വിക ശാക്തേയം എന്നൊക്കെ പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ലെങ്കിൽ പോലും ഇവിടെ കാളിദേവിക്ക് നരബലി നടത്തുകയും രക്തം കൊടുക്കുകയും മൃഗബലി നടത്തുകയും ഒക്കെ ചെയ്ത ഒരു ആചാര രീതിയാണ്. ഇതിന് നേരെ വിഭിന്നമായ ഒരു ആചാര രീതിയും കാര്യങ്ങളുമായിരുന്നു നോർത്തിലുണ്ടായിരുന്നു, UPയിലും ബീഹാറിലും അടക്കം ഉണ്ടായിരുന്നു. അപ്പൊ ഈ കൾച്ചർ കൊണ്ടും അവരുടെ ആ ഒരു രീതികൾ കൊണ്ടും തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഈ പശ്ചിമ ബംഗാൾ മുൻപോട്ട് പോയത്. നമുക്കറിയാം സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാടൊക്കെ ഇപ്പോഴും വേറിട്ട് നിൽക്കുന്നതിന്റെ കാര്യം അവരുടെ ഒരു കൾച്ചർ കൊണ്ടാണ്, അവരുടെ ഒരു ദ്രവീഡിയൻ പൊളിറ്റിക്സ് കൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത്. അതുപോലെ നിന്നൊരു സ്ഥലം അവിടെ ഒരിക്കലും BJP അല്ലെങ്കിൽ RSS കടന്നു വരികയില്ല എന്ന് ലോകത്തെ എല്ലാവരും പറഞ്ഞിരുന്നു. അവിടെയാണ് 1964 RSS ഈ നക്സൽബാരി എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ ഒരു ചെറിയ പ്രവർത്തനം തുടങ്ങി അവർ വളർന്നു വലുതായി. പക്ഷെ പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് ഈ പറയുന്നത് പോലെ എളുപ്പമല്ല പശ്ചിമ ബംഗാളിലെ മമതയുടെ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള BJPക്കാരിൽ ബഹുഭൂരിപക്ഷം പേരും ഹാർഡ് കോർ RSSകാരല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ RSSൽ നിന്ന് വന്നതോ ABVPയിൽ നിന്ന് വന്നതോ ഇല്ലെങ്കിൽ RSSന്റെ ആ
ചിന്താഗതി പേറുന്നവരോ ആയ ആളുകളാണ് BJP-യിൽ ഉള്ളതെങ്കിൽ, ഈവൻ കേരളത്തിൽ പോലും അങ്ങനെയുള്ളവരാണ് BJP ബഹുഭൂരിപക്ഷം ഉള്ളത്. പക്ഷെ പശ്ചിമ ബംഗാളിൽ അങ്ങനെയുള്ളവരല്ല ബഹുഭൂരിപക്ഷം അണികളും. കാരണം അവിടെ BJP കടന്നു വരുന്നത് എപ്പോഴേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ CPM തകർന്ന് തരിപ്പണമായപ്പോൾ അവിടെ നിന്നാണ് അവര് ഉയർന്നു വരാൻ തുടങ്ങി. അപ്പോ അവിടെ CPM-ന്റെ അണികൾ ബഹുഭൂരിപക്ഷം പേരും BJP-യോട് ജോയിൻ ചെയ്തു. അപ്പോൾ BJP-യുടെ പശ്ചിമ ബംഗാളിലുള്ള അണികൾ എന്ന് പറയുന്നത് അവർ മുൻകാല കമ്മ്യൂണിസ്റ്റുകാരാണ്. അവരിപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ BJP-യുടെ ഒപ്പം നിൽക്കുന്നു. പക്ഷേ നേതാക്കന്മാർ ബഹുഭൂരിപക്ഷം പേരും തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് വന്നവരാണ്. അവിടെയാണ് പ്രശ്നം. അവർക്ക് ഇതിന്റെ കൾച്ചർ അറിയില്ല, ഈ സംഘടനയോടോ ഈ പാർട്ടിയോടോ സിസ്റ്റം അറിയില്ല. അവര് വരുന്നു, അവര് ഇതിനെ കോൺഗ്രസ് പോലെയോ ഇല്ല തൃണമൂൽ കോൺഗ്രസ് പോലെയോ ഒരു രാഷ്ട്രീയ പാർട്ടി ആയിട്ട് മാത്രമാണ് BJP കാണുന്നത്. എന്താണ് ഐഡിയോളജി എന്നറിയില്ല, എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കേണ്ടത് എന്നറിയില്ല. അങ്ങനെ അവർ എത്രയോ അവരുടെ അധ്യക്ഷന്മാരെ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇവര് സാധാരണ നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ അധികാരമുള്ള ഒരു പാർട്ടി എടുത്തിട്ട് ഇവിടുന്ന് സംസ്ഥാനത്ത് നിന്ന് പെട്ടിയും കൊണ്ട് പോവുക, അവിടെ പോയി കാര്യങ്ങൾ സാധിക്കുക, തിരിച്ചു വരിക, അഴിമതി നടത്തുക. ഇതേ ഒരു ലൈനിലാണ് ഈ കോൺഗ്രസ് ആയാലും തൃണമൂൽ കോൺഗ്രസ് ആയാലും ഒക്കെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതേ രീതിയിലാണ് ഇവര് BJP സെൻട്രൽ അധികാരത്തിൽ ഏറിയപ്പോഴും ചിന്തിച്ചു തുടങ്ങിയത്. അതിന് അവരെ കുറ്റം വന്നിട്ട് കാര്യമില്ല. അവരാരും ബേസിക്കലി BJP-ക്കാരല്ല, അവരാരും പിന്നെ ഈ RSS-ന്റെ ഐഡിയോളജിയോ ശാഖയിലോ പോയിട്ടുള്ളവരല്ല. അതാണ് ബംഗാളിൽ BJP അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. കാരണം ബംഗാളിലെ BJP-യുടെ ലീഡേഴ്സിനെ അവർ വളർത്തിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ അതൊരു 10 വർഷത്തിനകം അവരുടെ ലീഡേഴ്സ്, അവരുടേതായ സ്വന്തമായ ലീഡേഴ്സ്, അതായത് RSS-ന്റെ ഹാർഡ് കോർ ആയിട്ടുള്ള ലീഡേഴ്സ് ഒരു 10 വർഷത്തിനകം മാത്രമേ പശ്ചിമ ബംഗാളിൽ വരികയുള്ളൂ. ഇപ്പോഴുള്ള ലീഡേഴ്സിൽ ബഹുഭൂരിപക്ഷം പേരും കോൺഗ്രസ്, CPM എന്ന് കുറവാണ്, തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് വന്നവരാണ്. അപ്പോ ഇവരെ അതുകൊണ്ട് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച കുറെ MLA-മാരെല്ലാം കൂടെ മമത ജയിച്ചപ്പം മറുകണ്ഠം ചാടിപ്പോയി പിറ്റേ ദിവസം. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാ. BJP-യുടെ എത്ര MLA, എനിക്ക് 10-20 MLA-മാർ ചാടി അപ്പുറത്തേക്ക് പോയി, മമതയുടെ കൂടെ പോയി. അപ്പം മുമ്പ് അങ്ങനെയായിരുന്നു, മമതയുടെ കൂടെ ഇങ്ങോട്ട് വന്നു. അപ്പം ആ ഒരു പൊളിറ്റിക്സിൽ ഉള്ളവരാണ്. അപ്പൊ ആ ഒരു പൊളിറ്റിക്സിൽ ഉള്ളവരെ കൊണ്ട് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ പിടിച്ചു കെട്ടി മുമ്പോട്ട് കൊണ്ടുപോവുക അവർക്ക് ഇച്ചിരി പണിപ്പെടേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന്, ഇവരുടെ അണികളെല്ലാം CPM-കാരാണ് ബഹുഭൂരിപക്ഷം പേര്. അതുകൊണ്ട് തന്നെ അവർക്കൊരു സിസ്റ്റം ഉണ്ട് CPM-ന്. അവരുടെ പാർട്ടി കേഡർ പാർട്ടി ആയതുകൊണ്ട് അതിന് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പരിശീലനമുണ്ട്. അപ്പൊ അവർക്ക് ഇവിടെ വന്നിട്ട് ഈ ഐഡിയോളജി മാത്രം സ്വീകരിച്ചാൽ മതി. പിന്നെ പശ്ചിമ ബംഗാൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വേറിട്ട് നിൽക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു വികാരം അവരിലുണ്ട്. പക്ഷെ അവരുടെ ഹിന്ദുത്വം ഇതുവരെ അതങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ അവരുടെ ഹിന്ദുത്വത്തിലേക്ക് രാമൻ കൂടി കടന്നു വന്നിരുന്നു. രാമനവമി അവർ വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലുള്ള എല്ലാ ആഘോഷങ്ങളും അവർ ആഘോഷിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ഹിന്ദുത്വം, BJP ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുത്വം, RSS പരിവാർ സംഘടനകൾ ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുത്വം ഇപ്പോൾ ഒന്നായിട്ടുണ്ട്. നേരത്തെ അത് രണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഒന്നായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ CPM-കാരനും കാളി ഭക്തനാണ്, കാളി ഉപാസകനാണ്, ഇല്ലെങ്കിൽ ഇത് നവരാത്രി ആഘോഷിക്കുന്ന ആളാണ്. അപ്പൊ അവർക്ക് BJP-യിലേക്ക് വരുമ്പോഴത്തേനും അവരുടെ സിസ്റ്റങ്ങളൊക്കെ ഏകദേശം ഒന്നാണ്. നമ്മുടെ ഹിന്ദുത്വത്തിന് വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ CPM-കാരന് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. പക്ഷെ തൃണമൂൽ കോൺഗ്രസ്സുകാരൻ വരുന്നത് അങ്ങനെയല്ല. തൃണമൂൽ കോൺഗ്രസ് എവിടുന്ന് വന്നവരാണ്? അവര് കോൺഗ്രസിൽ നിന്ന് വന്നവരാണ്. കോൺഗ്രസിൽ നിന്ന് പിളർന്നാണല്ലോ മമത തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കുന്നത്. അപ്പൊ കോൺഗ്രസ്സുകാരന്റെ ജീനാണ് ഈ വന്നിരിക്കുന്നത്. നമ്മൾ ഈ ഓരോ പറയത്തില്ല, ആര്യന്മാർ എവിടെ നിന്ന് വന്നു, ദ്രാവിഡന്മാർ എവിടെ നിന്ന് വന്നു ചോദിക്കുന്നത് പോലെ, ഇല്ലെങ്കിൽ ജൂതന്മാർ എവിടെ നിന്ന് ചോദിക്കുന്ന പോലെ ഈ കോൺഗ്രസ്സുകാർ എവിടെ നിന്ന് വന്ന കോൺഗ്രസിൽ നിന്ന് വന്നവരാണ്. അപ്പൊ അതായത് അവരുടെ പാരമ്പര്യവും അവരുടെ ജീനുകളും എല്ലാം കോൺഗ്രസിന്റേതാണ്. ഇവിടെ വന്നവർ കുറച്ച് കൂടുതലാണ്. അത് പഠിപ്പിച്ചു കൊടുത്തത് CPM-കാരാ. CPM അധികാരത്തിലേക്ക് ഇരിക്കുന്നു. CPM-ന്റെ ഒരു രീതി, അതായത് നക്സൽ ബാരി പ്രസ്ഥാനങ്ങൾ ശക്തമായിരുന്ന പശ്ചിമ ബംഗാളിലേക്ക് CPM കടന്നു വരിക, CPM അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തതോടുകൂടി ഈ ആദ്യം ഈ CPM-മാർ കടന്നു വരുന്നത് ജന്മി അടിയാൻ ബന്ധത്തെ മുതലെടുത്തുകൊണ്ട് ഈ പാവപ്പെട്ടവരുടെ മിശികായിട്ടാണ് കടന്നു വന്നെങ്കിൽ പിന്നെ ജന്മികളായിട്ട് മാറിയ ഈ സഖാക്കന്മാരായിരുന്നു. അവരുടെ കീഴിൽ ഈ അടിമകളെ പോലാണ് ജനത്തിനെ കൊണ്ടു നടന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ RSS വലിയ രീതിയിൽ അവിടെ മുന്നേറാൻ കഴിയാതെ പോയത്. അവർക്ക് വേണ്ട എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ ജയിലിൽ ഇടുക, അവരെ കൊന്നുകളയുക. എത്രയോ കൊലപാതകങ്ങളാണ് ഇന്നും പുറം ലോകം കാണാതെ അവർ കൊന്നു കുഴിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ. അപ്പൊ ആ കമ്മ്യൂണിസ്റ്റിൽ നിന്നും അവർക്ക് മുൻപോട്ട് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ചടിക്കുന്ന ഒരു പാർട്ടി വേണമായിരുന്നു. അങ്ങനെയാണ് തൃണമൂൽ കോൺഗ്രസ് വരുന്നത്. പക്ഷെ തൃണമൂൽ കോൺഗ്രസ് വന്ന് CPM-നെ വലിയ രീതിയിൽ അടിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവരിലാണ് കൂട്ടത്തോടെ BJP-യിലേക്ക് വരുന്നത്. അങ്ങനെയാണ് കടയം തുറന്നു വെച്ച് കച്ചവടമില്ലാതിരുന്ന BJP-ക്ക് ബമ്പർ അടിക്കുന്ന അവിടെയാണ്. BJP-യുടെ ഓഫീസിലേക്കും RSS കാര്യാലയത്തിലേക്കും ഒക്കെ സഖാക്കൾ തള്ളിക്കയറിയപ്പോ BJP നോക്കുമ്പോൾ ബമ്പറാണ്. ഇതേ വരുന്നൊരു വലിയ ജനക്കൂട്ടം. അവരെല്ലാം പിടിച്ച് BJP ചേർത്തു. CPM-ന്റെ പല ഓഫീസുകളും കാവി പെയിന്റ് അടിച്ചു. അതൊക്കെ വലിയ വാർത്തയായിരുന്നു. പെയിന്റ് അടിച്ചു. അങ്ങനെ BJP-യിലേക്ക് മാറുന്നു. അവര് പിന്നെ തിരിച്ചടിക്കാൻ തുടങ്ങി. തൃണമൂലിനെ ഇവിടെ അടിയും തിരിച്ചടിയുമാണല്ലോ മുമ്പോട്ട് പോകുന്നത്. ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ക്രമസമാധാന നിലയിലല്ല, വികസനത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനമാണ് ബംഗാൾ. അപ്പൊ അവിടെ ഈ അടി തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും
BJPയും ഈ CPM-ഉം സ്ട്രോങ് ആയി. ഇപ്പൊ രണ്ട് പാർട്ടിയും കട്ടയ്ക്ക് അടിയും തിരിച്ചടിയുമായി നിൽക്കാൻ തക്ക കരുത്തിലേക്ക് അവർ വളർന്നു. ഇവിടെയാണ് ഇപ്പോൾ BJP ഒരു വലിയ ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഈ ബംഗ്ലാദേശിന്റെ ഇഷ്യൂ ഉണ്ടായപ്പോൾ ഒരിക്കൽ പോലും മമത ഒരക്ഷരം മിണ്ടിയില്ല. അവര് പറഞ്ഞത് കേന്ദ്രം എടുക്കുന്ന ഏത് തീരുമാനത്തിന്റെ ഒപ്പം ഞാൻ നിൽക്കും. എന്താന്ന് വെച്ചാൽ മമതയ്ക്ക് നന്നായി അറിയാം ബംഗാളിന്റെ മാറിയ മനസ്സും ബംഗാളിന്റെ മാറിയ പൊളിറ്റിക്സും അവർക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട്. അവിടെ മമതാ ബാനർജി ബംഗ്ലാദേശിന് അനുകൂലമായിട്ടോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ എന്തെങ്കിലും പറഞ്ഞാൽ അത് മാറും. ഇനി അതല്ല, എതിർത്തു പറഞ്ഞാലും മാറും. എതിർത്ത് പറഞ്ഞാൽ മാറുന്ന വെച്ചാൽ മമതയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ കുടിയേറ്റക്കാരായ റോഹിംഗ്യ മുസ്ലിങ്ങൾ അടക്കമുള്ള ഇല്ലെങ്കിൽ ബംഗ്ലാദേശി മുസ്ലിങ്ങൾ അടക്കമുള്ള കുടിയേറ്റക്കാരെ 6 ജില്ലകളിൽ വെച്ചുകൊണ്ട് ഏതാണ്ട് 10-30 സീറ്റ് ഉണ്ട് അവിടെ. ഇവിടെ നിന്നുള്ള ആ ബലമാണ് അവരുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത്. അപ്പോ ആ ബലത്തിലാണ് അവർ മുൻപോട്ട് പോകുന്നത്. ഇവിടെ മമത കളിച്ച ഒരു വലിയ കളിയുണ്ട്. അവിടെ ഈ മഡ്ഗ എന്ന് പറയുന്ന ഒരു സമുദായമുണ്ട്. ചെറിയ സമുദായമല്ല, അവര് രണ്ടു കൂട്ടരും കൂടെ ഏതാണ്ട് മഡ്ഗയും മറ്റൊരു സമുദായമുണ്ട്. അവർ ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണ്. അവർക്ക് പൗരത്വം കൊടുക്കുന്ന അമിത്ഷാ പറയുകയും പൗരത്വം കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തി അതിന്റെ പേപ്പറെല്ലാം നൽകി കഴിഞ്ഞപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ എതിർത്ത് മമതാ ബാനർജിയാണ്. മമതാ ബാനർജിയുടെ കൂടെ നിന്ന് വിഭാഗമാണ് ഈ മഡ്വ എന്ന് പറയുന്ന വിഭാഗം. അവർ ചില്ലറയല്ല. സൗത്ത് ബംഗാളിൽ വലിയ ശക്തമാണ്. ആ ഒരു വോട്ട് ബാങ്കിനെ കൊണ്ടുവരാൻ വേണ്ടി BJP അത് ചെയ്തത്. അവർ പൗരത്വം നൽകുകയാണ്. അവർ ഹിന്ദുക്കളാണ്, പക്ഷെ അവർക്ക് പൗരത്വം ലഭിച്ചിരുന്നില്ല. അപ്പം മമതാ ബാനർജി അതിനെ എതിർത്തു. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ അടുത്ത കാലത്ത് നമ്മൾ ബംഗാൾ പൊളിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ശക്തമായ ഒരു ജനവികാരം മമതാ ബാനർജിക്കെതിരെ ഉയർന്നു വരുന്നുണ്ട്. ഈ ജനവികാരത്തിന്റെ ഒന്നും മുൻപിൽ BJP ഇല്ല. അത് BJPയുടെ ഒരു വലിയ പൊളിറ്റിക്കൽ തന്ത്രമായിട്ട് വേണം അതിനെ കാണാൻ. അവരുടെ കൊടിയോ അവരുടെ ആളുകളോ അവരെല്ലാം വലിഞ്ഞു നിന്നിട്ട് ഇവർ ബാക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആർജക്കർ ഹോസ്പിറ്റലിലെ സംഭവവുമായി ബന്ധപ്പെട്ട് 10,000-കണക്കിന് സ്ത്രീകൾ തെരുവിലിറങ്ങി. അവിടെ ഒന്നും സംഘപരിവാറിന്റെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരാണ് ഇതിനെ ബാക്കിൽ നിന്ന് ബാക്കപ്പ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് തള്ളി കൊടുത്തോണ്ടിരിക്കുന്നത്. അതായത് അവര് ഒരു ജനകീയ പ്രക്ഷോഭം ഉണ്ടാക്കിക്കൊണ്ട്, കാരണം BJP ആണ് ജനകീയ പ്രക്ഷോഭമാണെന്ന് തോന്നുന്നു. പക്ഷെ മമതാ ബാനർജി ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട് ഇത് RSSും BJPയും ആണ് ഇതിന്റെ പിന്നിലെന്ന് മമതാ ബാനർജി ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട്. അല്ല, അത് BJP ആണ് കളത്തിൽ നേരിട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ മമത അത് പൊളിറ്റിക്കലായിട്ട് മാറ്റിയെടുത്തത്. BJPക്കാരാണ് എനിക്കെതിരെ പ്രതിഷേധം ഉണ്ടാക്കി, അത് മാറ്റിക്കൊണ്ട് ജനകീയ പ്രതിഷേധം അവർ മാറ്റി. അത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകാനുള്ള വിഷയം അവിടെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള വിഷയം ഉണ്ടായിരുന്നല്ലോ. ആർജിക്കർ ആശുപത്രിയിൽ നടന്ന പെൺകുട്ടിയുടെ ബലാത്സംഗം എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ള, നമ്മുടെ 2ാം നിർഭയ ജനിച്ചിരിക്കുന്നു എന്നാണ് പല ദേശീയ മാധ്യമങ്ങളും അത് എഴുതിയത്. കേരളത്തിലെ മാധ്യമങ്ങൾ അത് മൈൻഡ് ചെയ്തില്ലെന്നേ ഉള്ളൂ. അല്ല, ജെന്യൂൻ വിഷയം തന്നെയാണ്. പക്ഷെ ആ വിഷയത്തെ വലിയ രീതിയിൽ കത്തിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നണിയിലാണ് ഈ BJPയും സംഘപരിവാറൊക്കെ വർക്ക് ചെയ്ത്. അവർ മുന്നണിയിലേക്ക് വന്നില്ല. അവർ മുന്നണിയിലേക്ക് വന്നിരുന്നെങ്കിൽ ആ സമരത്തിന്റെ ഗതി മറ്റൊന്നാകുമായിരുന്നു. കാരണം മമത ഉടനെ തന്നെ പറഞ്ഞു എന്നെ മറിച്ചിടാൻ വേണ്ടി BJPക്കാർ ഇറങ്ങിയെന്ന്. അത് അവർ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തു. രണ്ടാമത്തേത്, ബംഗ്ലാദേശിന്റെ ഇഷ്യൂ വന്നപ്പോഴും അവര് കളത്തിൽ ഇറങ്ങിയില്ല. അവരുടെ ബാനറുകൾ അവർ യൂസ് ചെയ്തില്ല. പകരം അവരെന്താണ് ചെയ്തത്, ഈ ചില ഹൈന്ദവ സംഘടനകൾ, മറ്റു ചില ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം മാത്രമാണ് ഉണ്ടായത്. അവിടെയും അവർ ബുദ്ധിപൂർവ്വം തന്നെ കരുക്കൾ നീക്കി. കാരണം തങ്ങൾ ആർക്കും എതിരല്ല, എന്നാൽ നമ്മുടെ രാജ്യത്തിന് ഞങ്ങൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളോ അക്രമകാരികളോ ഒന്നും അല്ല എന്നുള്ളത്. പക്ഷെ ഇവരുടെ സപ്പോർട്ടോട് കൂടിയാണ് ഈ നടന്ന പ്രതിഷേധങ്ങൾ മുഴുവൻ. അവിടെ കൽക്കത്തയില് ബംഗ്ലാദേശിന്റെ എംബസിയിൽ വലിയ അക്രമമൊക്കെ നടത്തുകയുണ്ടായി. അതിനുശേഷം ഇസ്കോണിന്റെ വിഷയം വന്നു. ഇസ്കോണിന്റെ വിഷയം വന്നപ്പോൾ അവിടെ മമത പെട്ടുപോവുകയായിരുന്നു. കാരണം ബംഗ്ലാദേശിലെ വലിയ പ്രസ്ഥാനമാണ് ഇസ്കോൺ എന്നുള്ളത്. അത് തന്നെയാണ് പശ്ചിമ ബംഗാളിലെ വലിയൊരു പ്രസ്ഥാനം തന്നെയാണ് അവര്. അപ്പൊ അത് വന്നപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിനെ പോലെയുള്ള സംഘടനകൾ മുൻനിരയിലേക്ക് വന്നു. അത് ഹിന്ദു പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പം ഈ തുടർച്ചയായ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവിടെ അവരുടെ ഐഡിയോളജി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമാണ് ഈ പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ BJPയും സംഘപരിവാർ പ്രസ്ഥാനക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ദേശീയത, ഹിന്ദുത്വം, നമ്മുടെ രാഷ്ട്രത്തിന്റെ സുരക്ഷ, ഈ കാര്യങ്ങൾ ജനങ്ങളെ ബോധവാന്മാരാക്കുകയും അതിനോടുകൂടി എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന പോലെ 2026 അവിടെ തെരഞ്ഞെടുപ്പ്, അടുത്ത വർഷമാണ് അവിടെ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോഴേക്കും വികസനത്തിന്റെ കാര്യങ്ങൾ പതുക്കെ ഇവരിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇന്നലെ നമ്മുടെ ഡൽഹി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ ഈ ബംഗാളികൾ കൂടുതലായി താമസിക്കുന്നിടത്തെല്ലാം BJP ജയിച്ചിരിക്കുന്നു. BJPക്ക് നല്ല ഭൂരിപക്ഷത്തിൽ BJP ജയിച്ചിരിക്കുന്നു. സുവേന്ദു അധികാരി അതിന്റെ പേരിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ ബംഗാൾ BJP നേതാവ് സുവേന്ദു അധികാരി അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കാരണം ബംഗാളിലെ ജനം മാറി ചിന്തിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോ ബംഗാളിൽ ഒരു മാറ്റം അനിവാര്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, തൃണമൂൽ കോൺഗ്രസിൽ തന്നെ വിഷയങ്ങൾ അനവധിയുണ്ട്. ഈ അനന്തരവനെ ഈ അധികാരം ഏൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. മമതാ ബാനർജിയുടെ അനാരോഗ്യം ഒരു വലിയ വിഷയമാണ്. അവരിപ്പോ ഒരു ഏറ്റുമുട്ടൽ നയത്തിലേക്കല്ല പോകുന്നത്. കാരണം ഇപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി ഇന്ത്യയിലെ പ്രതിപക്ഷം ഇനി മുൻപോട്ട് അധികം ഈ മോദിയെ എതിർത്ത് പോകാൻ കഴിയില്ല. കാരണം അതിനുള്ള കരുത്ത് അവർക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി.
ഇതുവരെ അവരുടെ സ്റ്റേറ്റ്മെന്റുകളൊന്നും വന്നിട്ടില്ല ദില്ലി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇനി അടുത്ത ലക്ഷ്യം വെക്കാൻ പോകുന്നത് അവര് ഉറപ്പായും പശ്ചിമ ബംഗാൾ തന്നെയായിരിക്കും. കാരണം അതിനോട് ചുറ്റുപാട് കിടക്കുന്ന എല്ലാ പ്രദേശങ്ങളും, ഒഡീഷ അവർ പിടിച്ചു, BJP പിടിച്ചു, ത്രിപുര അവർ പിടിച്ചു, ബീഹാർ അവർ പിടിച്ചു, ജാർഖണ്ഡ് അവർ ഒരു ശക്തമായ നിലയിലേക്ക് അവരെത്തി. അതായത് ഈ പശ്ചിമ ബംഗാളിനെ വളഞ്ഞു നിൽക്കുന്ന അസാം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും അവർ കടന്നു കയറി. RSSന്റെയും BJPയുടെയും വലിയൊരു നയമായിരുന്നല്ലോ, അതായത് അതിർത്തി സംസ്ഥാനങ്ങളെല്ലാം പിടിക്കുക എന്നുള്ളത്. അതായത് മറ്റ് രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ BJPക്ക് വേണം എന്നുള്ളത് അവരുടെ കർശനമായിട്ടുള്ള നിലപാടാണ്. അതുകൊണ്ടാണ് ബംഗാളിൽ അവർ ഇത്രയധികം കിടന്ന് കഷ്ടപ്പെടുന്നതും വേർപ്പൊഴുക്കുന്നതും. അതിന്റെ 10-1 പോലും കേരളത്തിൽ കാണുന്നില്ല. അപ്പൊ പല ആൾക്കാരും ഇവിടെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, കേരളം എന്താ BJPക്ക് വേണ്ടേ? BJP അണികൾ തന്നെയാണ് ചോദിക്കുന്നത്, കേരളം എന്താ BJPക്ക് വേണ്ടേ? കേരളത്തിൽ എന്താ ഇങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കാത്തത്? ബംഗാളിൽ നിങ്ങൾ എത്ര ഗംഭീരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് യഥാർത്ഥത്തിലുള്ള കാരണം അതിർത്തി സംസ്ഥാനമാണ്. കാരണം അതിർത്തി സംസ്ഥാനം വഴി നുഴഞ്ഞു കയറ്റം, അവിടെ BJPക്ക് അധികാരം വേണം എന്നുള്ളത് BJPയുടെ താല്പര്യങ്ങളെ, അതായത് രാജ്യത്തിന്റെ താല്പര്യങ്ങളെ നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ് എന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം ആ പാർട്ടിക്കുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് പശ്ചിമ ബംഗാളിൽ BJP വലിയ രീതിയിലുള്ള ഇത് പുലർത്തുന്നത്. നോർത്ത് ഈസ്റ്റ് മുഴുവൻ BJP കടലാക്കിയായിരുന്നല്ലോ. നോർത്ത് ഈസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് BJP പിടിച്ചെടുത്ത സാഹചര്യം ഉണ്ടായല്ലോ. ഈ ബംഗാൾ മാത്രമാണ് BJPക്ക് ഇതുവരെ പിടികൊടുക്കാതെ നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ പഞ്ചാബും ഉണ്ട്. പഞ്ചാബ് ഇപ്പൊ നമ്മൾ നേരത്തെ ചർച്ചയിൽ തന്നെ പറഞ്ഞല്ലോ, പഞ്ചാബിൽ ഡ്രഗ്സ്, പഞ്ചാബിൽ ഒരു കുത്തഴിഞ്ഞ നിയമ സംവിധാനം, ലോ ആൻഡ് ഓർഡർ, ആർക്കും ആരെ വേണമെങ്കിലും കൊല്ലാമെന്നൊക്കെ പറഞ്ഞ സാഹചര്യം. പഞ്ചാബും ബംഗാളും BJPയുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ്. ചില ആൾക്കാർ പറയുന്നുണ്ട് സീറ്റ് കൂടുതലുള്ളത് കൊണ്ടാണ് പശ്ചിമ ബംഗാളിൽ ലോക്സഭ. അതൊന്നും അല്ല കാര്യം. അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിൽ BJP അതിനെക്കാട്ടിലും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കട്ടെ. യഥാർത്ഥത്തിൽ ഇതാണ് വിഷയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒഡീഷ BJP പിടിക്കാനുണ്ടായ കാരണം RSSന്റെ വർഷങ്ങളായിട്ടുള്ള പരിശ്രമമാണ്. 23 വർഷമായിട്ട് BJPക്കാർ നിരന്തരം കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് ഇപ്പൊ അവർ പിടിച്ചത്. എന്തുകൊണ്ടാണ് അത് പിടിച്ചതെന്ന് വെച്ചാൽ, ബംഗാളുമായി ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം, ബംഗാൾ ഉൾക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം, നമ്മളുടെ പ്രധാനപ്പെട്ട ഈ മിസൈൽ പരീക്ഷണങ്ങളും മറ്റും നടക്കുന്ന ഡോക്ടർ അബ്ദുൽ കലാം ആ ഒരു സ്പേസിന്റെ, അല്ലെങ്കിൽ എന്താണ് പറയുന്ന ആ ലോഞ്ച് പാഡിന്റെയും മറ്റുമൊക്കെ ഒരു മർമ്മപ്രധാനമായ പ്രദേശം, അതിപ്പോ പിടിച്ചെടുത്തു കഴിഞ്ഞു. അതായത് ബംഗാളിനെ വളഞ്ഞ് BJP വളഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ സംസ്ഥാനങ്ങളും അവരുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ ബംഗാൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് ബംഗാളിൽ ഇനിയിപ്പോൾ ചിട്ടയായ ഒരു രീതിയിലേക്കാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ BJPക്ക് അധികാരം പിടിക്കുക വളരെ നിഷ്പ്രയാസമാണ്. എനിക്ക് തോന്നുന്നു 280 സീറ്റോ മറ്റോ ആണെന്ന് തോന്നുന്നു ബംഗാളിന്റെ നിയമസഭ. അവിടെ ഏതാണ്ട് 140 സീറ്റ് ഉണ്ടെങ്കിൽ ഭരിക്കാൻ കഴിയും. കഴിഞ്ഞ പ്രാവശ്യം മമതാ ബാനർജി 266 സീറ്റോ മറ്റോ 216 മറ്റോ സീറ്റ് നേടിക്കൊണ്ടാണ് അവിടെ അധികാരത്തിൽ വന്നത്. അപ്പോൾ BJP വിചാരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും. അവർ നോക്കുന്നത് താൽക്കാലികമായ ഒരു പ്രതിഭാസമല്ല. ഈ പഞ്ചാബിലേക്ക് വന്ന, പഞ്ചാബിൽ BJP ഭരിച്ചിട്ടുണ്ട്. പഞ്ചാബിൽ ഭരിച്ച് BJP ആണ് ഒരു പരുവത്തിൽ അത് കൊളവാക്കിയെന്ന് പറയാം. ശിരോമണി അകാലിദളുമായിട്ട് ചേർന്ന് ഭരിച്ചിരുന്നു. ഈ ശിരോമണി അകാലിദളാണ് പഞ്ചാബിനെ ഇതേപോലത്തെ രീതിയിലേക്ക് ആക്കുന്നതിന് പ്രഥമ കാരണം. കാരണം ഈ അകാലിദളും അകാലിദളിന്റെ മകനും മരുമകനും എല്ലാം കൂടെ ആയിരുന്നു അവിടുത്തെ റോഡ് ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ എല്ലാം കൂടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ അഴിമതിയുടെ ഒരു കൂത്തരങ്ങായിട്ട് ഈ പ്രകാശ് സിംഗ് ബാദൽ മാറുന്ന ഒരു കാഴ്ച, അദ്ദേഹത്തിന്റെ മരുമവും മാറുന്ന ഒരു കാഴ്ച, അങ്ങനെ കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥിതി. അത് BJPയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. 2-3 സീറ്റ് വെച്ചിട്ട് അവരെന്ത് പറയാൻ? ഒന്നും പറയാനില്ല. പിന്നെ അവരുടെ സഖ്യകക്ഷിയാണെന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. അപ്പം അത് ഒരു കക്ഷി. ബംഗാളല്ല, ഇനി അടുത്തത് ബംഗാളിലേക്കാണ് പോകുന്നത്. ബംഗാളിന്റെ ഇപ്പോഴത്തെ ഒരു നീക്കം അനുസരിച്ചാണ് എങ്കിൽ ബംഗാളിൽ BJP ഒരു ശക്തമായ, അതായത് ഇതുപോലുള്ള നേതാക്കന്മാരെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. അതായത് ഈ തൃണമൂൽ കോൺഗ്രസ് എന്നൊക്കെ വന്നിട്ട് ഈ ആയാറാം കയറാറുണ്ട്. ഇവിടെ വരുന്നു, ഇന്ന് ഇവിടെ നിൽക്കുന്നു, നാളെ അങ്ങോട്ട് പോകുന്നു. അങ്ങനെ അത്തരം നേതാക്കളെ തെരഞ്ഞുപിടിച്ച് വലിയ അധികാരങ്ങളൊന്നും കൊടുക്കാതെ ഒരു സൈഡാക്കി നിർത്തിക്കൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള അവരുടെ തന്നെ ലീഡേഴ്സിനെ ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു ശ്രമമാണ് അവർ നടത്തുന്നത്. ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പകുതി ആളുകളെങ്കിലും, മൊത്തം സ്ഥാനാർത്ഥികളിൽ പകുതി ആളുകളെങ്കിലും ഒന്നുകിൽ RSS ഫ്ലേവർ ഉള്ളവരായിരിക്കും, അതല്ലെങ്കിൽ BJPയിൽ തന്നെ അവർ വളർത്തിക്കൊണ്ടുവന്ന നേതാക്കളായിരിക്കും. നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഏതാണ്ട് ഒരു 80% പേരും RSSോ BJPയോ ആയിട്ടോ യാതൊരു ബന്ധവും ഇല്ലാത്ത, അവരുടെ ഫ്ലേവർ ഇല്ലാത്ത ആളുകളായിരുന്നു. 20% ഉള്ളെങ്കിൽ അതിനിപ്പോ അടുത്ത തെരഞ്ഞെടുപ്പിൽ 50% ആവും. ഞാൻ പറഞ്ഞില്ല, 10 വർഷത്തിൽ സ്ഥിരമായി BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനമായി പശ്ചിമ ബംഗാൾ മാറുന്നതിൽ യാതൊരു സംശയമില്ല. അവർക്കുള്ളത് അവിടെ ലീഡറിന്റെ കുറവാണുള്ളത്. ഡൽഹിയെ സംബന്ധിച്ച് അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ശക്തമാണ്, അവരുടെ മിഷനറി ശക്തമാണ്. അവിടെ അവർക്ക് ലീഡ് ചെയ്യാൻ ഒരാളുടെ മുഖമില്ല എന്നൊരു പ്രശ്നമാണെങ്കിൽ പശ്ചിമ ബംഗാളിൽ അതല്ല. അവരുടെ അണികളെ സ്ട്രോങ് ആക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ അവർക്ക് കുറെ സ്ട്രോങ് ലീഡേഴ്സിനെയും ആവശ്യമുണ്ട്. ഒരാളെ അല്ല വേണ്ടത്. ഡൽഹിയിൽ ഒരാൾ മതിയായിരുന്നു, ഒരു ലീഡർ മതിയെങ്കിൽ പശ്ചിമ ബംഗാൾ ഒരു ലീഡർ അല്ല വേണ്ടത്.
അനവധി ലീഡർമാരും കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു സംഘത്തിന്റെ തന്നെ ഒരുപാട് പ്രചാരകന്മാരെയും മറ്റും അയച്ചുകൊണ്ട് ഇപ്പൊ അവിടെ വലിയ രീതിയിൽ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ളത്. അതിന് ഒരു പരിധി വരെ ഈ നമ്മുടെ ഹിമന്ത് ബിശ്വ ശർമ്മ BJPയുടെ നീക്കം ഹിമന്ത് ബിശ്വ ശർമ്മ വഴിയാണ് അവിടെ നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. അങ്ങനെ ഒരു നീക്കം എന്തായാലും 2026 BJPക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം. താങ്ക് യു ബിജു ചേട്ടാ, വളരെ നന്ദി.